ചാത്തമംഗലം പഞ്ചായത്ത് 12ാം വാർഡ് അരയങ്കോട് ഇടതുപക്ഷ സ്ഥാനാർത്ഥി AM ഷബാനയാണ് ഇപ്പോൾ എന്റെ കൂടെയുള്ളത്. ഷബാന മാഡം, ഒരുപാട് പുതുമുഖങ്ങളാണ് ഈ ത്രിതല പഞ്ചായത്തിലേക്ക് മത്സരത്തിന് ഇറങ്ങിയിരിക്കുന്നത്. പലർക്കും പരിചയക്കുറവുണ്ട്, ആളുകളോട് നേരിട്ട് സംവദിക്കാനുള്ള പ്രയാസമുണ്ട്. അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പ് മത്സരത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഉണ്ടാവുന്ന ചില വിഷമങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഷബാനെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നേരത്തെ പൊതുരംഗത്തുള്ള ഒരാളാണ്. ഏതൊക്കെ മേഖലയിലാണ് ഉള്ളത്? കാര്യമായിട്ട് ഞാനുള്ളത് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിലാണ്, ദേശീയ ദുരന്ത നിവാരണ സേന അംഗം. അത് കോഴിക്കോട് ബീച്ചാണ് എന്റെ സ്റ്റേഷന്. പിന്നെ കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷന്റെ രക്ഷാസേനയിലും അംഗമാണ്. പിന്നെ താലൂക്ക് ദുരന്ത നിവാരണ സേന അംഗമാണ്. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാല് പ്രകൃതി സംരക്ഷണമാണ്. അത് റിലേറ്റഡ് ആയിട്ട് ഞാൻ ഗ്രീൻ റെസ്ക്യൂ ആക്ഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞ അതിന്റെ ജില്ലാ സെക്രട്ടറിയാണ്. പിന്നെ ഗ്രീൻ മൂവ്മെന്റ് എന്ന് പറഞ്ഞൊരു സംഘടനയിലുണ്ട്. സരോവരം തണ്ണീർത്തട സംരക്ഷണ സമിതി, അങ്ങനെ കുറച്ച് ഓർഗനൈസേഷനുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലെന്ന് പറയുകയാണെങ്കിൽ നാട്ടിലെ പ്രവർത്തനങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ സാന്ത്വനം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. പിന്നെ ഹോപ്പ് എന്ന് പറഞ്ഞ ചൈൽഡ് ക്യാൻസർ കെയർ ഫൗണ്ടേഷൻ, അതിന്റെ വോളണ്ടിയർ ആണ്. പിന്നെ നാട്ടിലെ KMG ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വനിതാ വിങ്ങിന്റെ പ്രസിഡന്റ് ആണ്. പിന്നെ ജൂനിയർ ചാമ്പർ ഇന്റർനാഷണൽ JCI മാവൂരിന്റെ പ്രസിഡന്റ് ആണ്. പിന്നെ മാവൂർ LP സ്കൂൾ PTA പ്രസിഡന്റ് ആണ്. അങ്ങനെ എല്ലാ മേഖലയിലും നിറഞ്ഞു നിൽക്കുന്ന ആളാണ്. ഓക്കെ, നമുക്ക് 12ാം വാർഡിലേക്ക് വരാം. 12ാം വാർഡിനെ കുറിച്ച് പറയുമ്പോഴേ ചാത്തമംഗലം പഞ്ചായത്തിലെ നിലവിലെ പ്രസിഡന്റ് ഓളിക്കൽ ഗഫൂറിന്റെ വാർഡ് കൂടിയാണ്. എന്താണ് വാർഡിന്റെ ഒരു ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ്? ഞാനിപ്പം ഇതിലേക്ക് പുതുതായിട്ട് വന്ന ഒരാളാണല്ലോ പ്രവർത്തനത്തിലേക്ക്. അപ്പൊ ഞാന് പ്രതിനിധാനം ചെയ്യുന്ന എന്റെ വാർഡിനെ കുറിച്ച് നമ്മളൊരു ബേസിക് അറിവ് വേണല്ലോ. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ 12ാം വാർഡ് എന്ന് പറയുന്നത് PHED, താത്തൂര്, കുറ്റിക്കുളം, അരയങ്കോട്, സൗത്ത് അരയങ്കോട് അടങ്ങിയ പ്രദേശമാണ്, ഒരു ഏരിയയാണ്. അപ്പം അതില് 1900-ഓളം വോട്ടർമാരും ഒരു 580-ലധികം വീടുകളും. എന്താണ് അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരു അവസ്ഥ? ഇതുവരെ ഇപ്പൊ 2 റൗണ്ടായി ഞങ്ങൾ എല്ലാ ഏരിയ ഞങ്ങൾ കവർ ചെയ്തു. അതിന് മനസ്സിലാക്കിയത് ഈ പുരോഗമനം, വികസനം എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ചില ഏരിയകളിൽ പൂർത്തീകരിക്കാനുണ്ട് എല്ലാതും. കുടിവെള്ള പദ്ധതി ആയാലും പിന്നെ റോഡ് വികസനമായാലും എല്ലാം എത്തിയിട്ടുണ്ടെന്നാലും പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിന്റെ സമയത്ത് എന്തായിരുന്നു ഷബാനയുടെ മനസ്സിലുണ്ടായിരുന്നത്? ആദ്യം ഇങ്ങനെ ഒരു റിക്വസ്റ്റ് എന്റെ അടുത്ത് വന്നപ്പം ഞാൻ 1-2 പ്രാവശ്യം നോ പറഞ്ഞ് ഒഴിവാക്കിയത്. കാരണം ഇതെന്റെ ഒരു മേഖലയല്ല എന്നുള്ള ഒരു ചിന്താഗതിയാണ്. പിന്നെ നമ്മൾ നാട്ടുകാരുടെ എന്റെ അടുത്ത് വന്ന് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തു. അത് കക്ഷി രാഷ്ട്രീയമൊന്നും ഇല്ലാതെ കേട്ടോ. അപ്പം എനിക്ക് തോന്നി, കാരണം ഞാൻ പ്രവർത്തിക്കുന്ന അതേ കാര്യം ഒരൊറ്റ ഫ്രെയിമിന്റെ ഉള്ളിൽ കൊണ്ടുവരികയാണ് ഈ സംഭവം. അപ്പം എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം ആ വാർഡിലെ മെമ്പർ ആവാന്ന. അപ്പം നാട്ടുകാരോട് ഇറങ്ങിച്ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയും ഒരു വാർഡ് മെമ്പർക്ക്. അതുകൊണ്ടാണ് ഞാൻ യെസ് പറഞ്ഞതും ഇതുമായിട്ട് മുന്നോട്ട് പോയത്. അപ്പൊ ഒരു സ്ഥാനാർത്ഥിയായി ആ പദം ഏറ്റെടുത്ത് കഴിഞ്ഞു, ഇത് വിജയിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു ധാരണ ഒക്കെ മനസ്സിൽ രൂപപ്പെടുത്തിയിട്ടുണ്ടാവും. എന്താണ് മനസ്സിലുള്ള ഒരു പ്ലാൻ തന്റെ വാർഡിനെ കുറിച്ച്? ഇപ്പം 22 വർഷത്തോളമായി ഞാനിപ്പം ഞങ്ങള് നാട്ടിൽ ജീവിക്കുന്നു. ഈ പറഞ്ഞ പ്രദേശം, നേരത്തെ എണ്ണി പറഞ്ഞ പ്രദേശങ്ങളൊക്കെ പരിചയമുള്ള സ്ഥലങ്ങളാണ്. തീർച്ചയായിട്ടും കുറച്ചു കാലങ്ങളായി നമ്മുടെ നാട് വികസനത്തിന്റെ പാതയിലാണെന്ന് തന്നെ പറയാം. പൂർണ്ണമായി വികസിച്ചെന്നല്ല. കാരണം എന്താ വെച്ചാല് സൗത്ത് അരയങ്കോടിനെയും താത്തൂരിലേക്ക് പോകാൻ സൗത്ത് അരയങ്കോടുള്ള ആൾക്കാർക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. യാത്രാ സൗകര്യം തന്നെ മെയിനായിട്ട്. കാരണം അവിടെ ഞങ്ങളെ ശുഹദാ മക്കാം, അവിടെയാണ് നമ്മളെ ഖബർസ്ഥാനുള്ളത്. പിന്നെ റേഷൻ കട, പിന്നെ LP സ്കൂളൊക്കെ ഈ താത്തൂരാണ്. അതിനെ ബന്ധിപ്പിക്കാൻ ഒരു നല്ല റോഡ് ഇല്ലായിരുന്നു, അങ്ങനെ തന്നെ പറയാം. കാരണം ഒരുപാട് ദുർഘടമായ ഒരു റോഡ് തന്നെയായിരുന്നു. പക്ഷെ ഇപ്പം അവിടേക്ക് പോവാന് 2-3 റോഡായി. ഷബാന ഒരുപാട് മേഖലയിൽ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞു. തൊഴിലെന്താണ് ശരിക്ക്? എന്റെ പ്രൊഫഷൻ അഗ്രികൾച്ചർ കൺസൾട്ടന്റ് ആണ്. അഗ്രികൾച്ചർ, അതെ. നമ്മുടെ നാട്ടിലെ ഇപ്പം പ്രധാനമായിട്ടും വേണ്ടൊരു സംഗതിയാണ് കാർഷിക മേഖല. അതിനുവേണ്ടി എന്ത് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? കാർഷിക മേഖലയിൽ കൃഷി വകുപ്പിന്റെ കീഴിൽ തന്നെ ഒരുപാട് വിത്തുകളും വളങ്ങളും തൈകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ശരിയായ രീതിയിൽ കർഷകർക്ക് എത്തിച്ചു കൊടുക്കുക, അത്
അത് സാധാരണ രീതിയിൽ ഒരു വാർഡില് പിന്നെ ഗ്രാമസഭ ഒക്കെ കൂടുന്ന സമയത്ത് ഗുണഭോക്താക്കളെ കണ്ടെത്തി ചില ആളുകൾക്ക് വിത്ത് കൊടുക്കാറുണ്ട്. ഇത് പരമ്പരാഗതമായി കൃഷി ചെയ്തു വരുന്ന ആളുകൾ. നിങ്ങളൊരു അഗ്രികൾച്ചറൽ കൺസൾട്ടന്റ് എന്ന് പറയുമ്പോഴേ എല്ലാ ആളുകളെയും കൃഷിയിലേക്ക് പ്രേരിപ്പിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? കാർഷിക മേഖലയിൽ ആദ്യം അവര് ഈ പല കൃഷിനാശം കൊണ്ടും പന്നിശല്യം കൊണ്ടൊക്കെ കർഷകർ ബാക്കോട്ട് നിൽക്കുന്ന ഒരു പ്രവണത ഉണ്ട് എല്ലാ ഭാഗത്തുണ്ട്. മെയിനായിട്ട് നമ്മളെ വാർഡിൽ വാഴ കർഷകരാണ് കൂടുതലായിട്ടുള്ളത്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഇപ്പൊ പഞ്ചായത്തിൽ നിന്ന് തന്നെ 80% സബ്സിഡി കൊടുക്കുന്നുണ്ട് സോളാർ ഫെൻസിങ്ങിന്. അത് അവര് ഇത്തരം ജീവികളിൽ നിന്നുള്ള സംരക്ഷണത്തിന്. കൂടാതെ ഇത് എന്തെങ്കിലും കൃഷിനാശം സംഭവിച്ചാല് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കണം. അതൊക്കെ അതിനു വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. അവർക്കറിയില്ലല്ലോ. പന്നിശല്യം രൂക്ഷമായതിനെ തുടർന്ന് അവിടെ നാട്ടിൽ തന്നെ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതൊരു വാപ്കോ എന്നാ പറയുന്നത്. ആ വാപ്കോന്റെ കൂടെ പ്രവർത്തിച്ച് അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കണം. പിന്നെ കൃഷിനെ മാക്സിമം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ വീടുകളിലും അടുക്കളത്തോട്ടം സെറ്റ് ചെയ്യാൻ വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കും. അതേപോലെ തന്നെ ഇപ്പം 18 വയസ്സായ ഒരുപാട് കുട്ടികൾ പുതിയ വോട്ടർമാരെ വന്നിട്ടുണ്ടാവും. 18 വയസ്സിനും വോട്ടർമാരല്ലാത്ത ചെറിയ കുട്ടികളുണ്ടാവും. അവരുടെ കാര്യത്തിലൊക്കെ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? കുട്ടികളെ കാര്യമായിട്ട് നമ്മളെ വാർഡിൽ നല്ലൊരു കളിക്കളല്ല, ഒരു ഗ്രൗണ്ട് ഇല്ല. കാരണം അവിടെ നമ്മൾ സോഷ്യൽ മീഡിയയിലും മൊബൈലിലും ഒക്കെ ഇങ്ങനെ അഭിനയിക്കുമ്പോൾ വേറൊന്നിലേക്ക് തന്നെ വിടാൻ അവരെ ഒരു സെറ്റാക്കാനുള്ള ഒരു കളിക്കളം അവർക്ക് നിർബന്ധമാണ്. അപ്പൊ ആ കളിക്കളത്തിന് വേണ്ട കാര്യങ്ങള്, കാരണം മുമ്പ് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണ സമിതി ഒരു കളിക്കളം ഒരു ഗ്രൗണ്ടിന് മുന്നേ കുറെ തെരഞ്ഞു നടന്നതാണ്. പക്ഷെ ഈ പ്രാവശ്യം നല്ല കുറച്ചും കൂടി ഇനിഷ്യേറ്റീവ് എടുത്ത് നാട്ടുകാരെയും കൂടി കൂട്ടിയിട്ട് നമ്മളെ കുട്ടികൾക്ക് ഒരു കളിക്കളം വേണമെന്നുള്ള കാര്യത്തില് പരിശ്രമിക്കണം. ഞാൻ ഇവിടെ ഈ പ്രചരണത്തിന് പോകുമ്പോൾ കുട്ടികൾ എന്നോട് പറഞ്ഞ കാര്യമാണ് ഒരു കളിക്കളം വേണം കേട്ടോ. നിങ്ങളുടെ വാർഡിലല്ലേ അവിടെ ഒരു കുളം ഉള്ളത്? പിന്നെ നമ്മളെ വാർഡിലെ കുറ്റികുളത്ത് ആ കുളം നല്ല നവീകരണ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇപ്പൊ അവിടെ കുട്ടികൾക്ക് നമുക്ക് നീന്തൽ പരിശീലനം, മക്കളൊക്കെ നീന്തൽ പരിശീലനം നേടിയാൽ വേറൊരു ഉപകാരവും കൂടി ഉണ്ട്. അത് നമ്മളെ നാട് എന്ന് പറഞ്ഞാൽ ഈ വെള്ളക്കെട്ടും പുഴ നീർച്ചാലുകളൊക്കെ ഉള്ള ഏരിയ ആണല്ലോ. അപ്പോ എന്തെങ്കിലും അപകടം വന്നാൽ അവർക്ക് അതൊരു വലിയ ഉപകാരപ്രദമാവും. നമ്മളെല്ലാരും നീന്തൽ പരിശീലനം ചെയ്യിപ്പിച്ചാൽ അപ്പൊ അതിനുള്ള പറ്റിയൊരു കുളം നമ്മുടെ നാട്ടിൽ. അപ്പൊ നാട്ടിലുള്ള എല്ലാവരും പ്രത്യേകിച്ച് കുട്ടികളായ ആളുകളും മുഴുവനും നീന്തൽ പഠിച്ചിരിക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധി ശതമാനം. തീർച്ചയായിട്ടും കാര്യത്തിന് അവരെ സ്വയം പ്രാപ്തരാക്കാനുള്ള കഴിവാക്കി എടുക്കുക. എപ്പോഴും പാരന്റ്സിനെ മറ്റുള്ളവർക്ക് നമ്മളെ കുട്ടികളെ ശ്രദ്ധിച്ചു കൊടുക്കാൻ കഴിയില്ല. വളർന്നു വരുന്ന കുട്ടികൾക്കും പിന്നെ കൗമാരപ്രായക്കാരായ കുട്ടികൾക്കൊക്കെ ഉള്ള അവർക്ക് ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ, കാരണം അവരാണ് ഞാൻ പറഞ്ഞല്ലോ യുവാക്കളും കുട്ടികളുമാണ് നമ്മളെ നാടിന്റെ അസറ്റ് അല്ലെങ്കിൽ നട്ടെല്ല് എന്ന് പറയുന്നത്. പക്ഷെ അവർക്ക് ബോധവൽക്കരണം കൊടുക്കുന്നേക്കാൾ ഉപരി അവരെ ഏതിലേക്കും എൻഗേജ്ഡ് ആക്കി വിടണം. പ്രത്യേകിച്ച് ഇപ്പൊ ലഹരിയുടെ ഒരു സമയത്ത് രക്ഷിതാക്കളൊക്കെ അത്രയും ആശങ്കപ്പെടുന്നത് ലഹരിയുടെ കാര്യത്തിലാണ്. അത്തരം കാര്യങ്ങളിലേക്ക് ഷബാനന്റെ ഇടപെടൽ എങ്ങനെയായിരിക്കും? അതാണ് പറഞ്ഞത്. ഞാൻ അവിടെ ഫോക്കസ് ചെയ്ത 2 കാര്യം എന്താ വെച്ചാല്, നമ്മൾ വാർഡ് 2 അംഗൻവാടികളുണ്ട്. അംഗൻവാടിന്റെ മുകൾ ഭാഗം എല്ലാ ഈ ഗ്രില്ലൊക്കെ ഇട്ട് നല്ലൊരു ഹോളാക്കി സെറ്റ് ചെയ്തിട്ട് അവിടെ കാര്യമായിട്ട് ഒന്നും നടക്കുന്നില്ല, അവിടെ പ്ലെയിൻ ആയിട്ട് കിടക്കുക. ആ ഏരിയ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഈ കുട്ടികൾക്കും പിന്നെ സ്ത്രീകൾക്കൊക്കെ വേണ്ട ഈ ഓപ്പൺ ജിമ്മായിട്ടും ഇവർക്ക് വേണ്ട എന്തെങ്കിലും വർക്ക്ഷോപ്പ്, എന്തെങ്കിലും മോട്ടിവേഷൻ ക്ലാസ്, ഇതുപോലത്തെ എന്തെങ്കിലും ആക്ടിവിറ്റി ഏരിയകളാക്കി മാറ്റിയിട്ട് അവരെ എൻഗേജ്ഡ് ആക്കുക. അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടുവരിക. കുട്ടികളുമായിട്ട് പ്രവർത്തിച്ച് കുട്ടികൾക്ക് പല ഇഷ്ടങ്ങൾ ഉണ്ടാവും. സാധാരണ ജനങ്ങളുമായിട്ട് ഇപ്പം നേരത്തെ പറഞ്ഞ അടിസ്ഥാന വികസന കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പൊതു സമൂഹത്തിന് മൊത്തം ആവശ്യമുള്ളതാണ്. എന്നാൽ ഓരോ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ വ്യക്തിനെ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു വീടിനെ എടുക്കുന്ന സമയത്ത് അവരുമായിട്ട് ഒരു വാർഡ് മെമ്പർ എന്നുള്ള രീതിയിൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ബന്ധം ഉണ്ടാവുക? അത് കാര്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിന് വയോജനങ്ങളുടെ പെൻഷന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട്. എവിടെ പോയാലും പെൻഷൻ കിട്ടുന്നില്ലേ, പെൻഷൻ കരുന്നില്ലേ, പല തരത്തിലുള്ള പെൻഷനുകൾ ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ കാര്യങ്ങൾ കുറച്ചും കൂടി കിട്ടാത്തവർക്ക് ഇനി അപേക്ഷ കൊടുക്കേണ്ട ആൾക്കാർക്കൊക്കെ ഉണ്ടാവും. അത് അവരെ നല്ലോണം ഓർമ്മപ്പെടുത്തി കൊടുത്തു അത് ചെയ്തു കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും. പിന്നെ കൂടാതെ വീടുകളിൽ തന്നെ കുറെ പേപ്പറിന്റെ ഇഷ്യൂ ഉണ്ട്. എല്ലാവരും ജനിച്ചത് മുതൽ ഈ പേരിലൊക്കെ കറക്ഷൻസ് അങ്ങനെ ഒരുപാട് സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കാൻ ഒരു വാർഡ് മെമ്പർ എന്നുള്ള നിലക്ക് അതിന്റെ കൂടെ ഒരു ഉത്തരവാദിത്തമാണെന്ന് എനിക്ക് തോന്നുന്നത്. എല്ലായിടത്തും ഒരു ഇഷ്യൂ ഉണ്ട്. ഇനിയിപ്പോ ഒന്ന് പുറത്തേക്ക് പോകണമെങ്കിലോ വേറെ എന്തെങ്കിലും പേപ്പറിന്റെ ആവശ്യം എന്തെങ്കിലും ഒരു പ്രത്യേക സമയം വരുമ്പോഴായിരിക്കും ഇഷ്യൂസ് വരുന്നത്. അതിനൊക്കെ വേണ്ടി മാക്സിമം അവരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആൾക്കാരുണ്ട്, ജീവിതശൈലി രോഗങ്ങൾ എല്ലാ വീട്ടിലും ഉണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളോ
ക്യാമ്പുകളൊക്കെ ക്യാമ്പുകൾ നടക്കുന്നുണ്ട്. പക്ഷെ അത് എല്ലായിടത്തും വ്യാപിപ്പിക്കണം, എല്ലാ ഏരിയയിലും വ്യാപിപ്പിച്ച് അതിനുള്ള മരുന്ന് കൊടുക്കുക, തുടർ ചികിത്സക്കുള്ള സംവിധാനങ്ങൾ പറഞ്ഞു കൊടുക്കുക. പിന്നെ നമ്മളെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, കുടുംബാരോഗ്യ കേന്ദ്രമാണ് നെച്ചൂളിലുള്ളത് നമ്മളെ വാർഡിന്റെ. അപ്പം ഒരിക്കലും ഡോക്ടറെ കാണിച്ചു വന്നാല് എപ്പോഴൊന്നും പിന്നെ അവർക്ക് പോകാൻ കഴിയില്ല, അതിന് വാഹന ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് ദൂരമാണ്. അപ്പൊ അവർക്കുള്ള മെഡിസിൻസ് എത്തിച്ചു കൊടുക്കാൻ നമ്മൾക്ക് പറ്റും. അതോടൊപ്പം പിന്നെ നമ്മൾ 2 സാന്ത്വന പരിചരണ ചികിത്സ, ഞാനിപ്പോ ഒരു പാലിയേറ്റീവ് കെയർ മെമ്പർ ആയ സ്ഥിതിക്ക് 2 പാലിയേറ്റീവ് കെയർ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് നമ്മുടെ പഞ്ചായത്തിൽ. അപ്പൊ അത് നമ്മളെ നാട്ടിലെ നമ്മുടെ വാർഡിലെ രോഗികൾക്കും കിടപ്പിലായവർക്കൊക്കെ പ്രോപ്പറായിട്ട് സുതാര്യമായി എത്തിച്ചു കൊടുക്കാനുള്ള കാര്യങ്ങളിലൊക്കെ ഞാൻ മാക്സിമം ശ്രദ്ധിക്കും. ലൈഫ് പദ്ധതിയിലൂടെ 2-3 ആൾക്കാർക്ക് വീടില്ലാത്ത ഒരു പ്രയാസം പറഞ്ഞിട്ടുണ്ട്. അത് പരിഹരിക്കാൻ വേണ്ട നടപടിക്രമങ്ങൾ സ്വീകരിക്കും. അതോടൊപ്പം പിന്നെ നമ്മുടെ നാട്ടില് നമ്മുടെ കേരളത്തിൽ തന്നെ ചുരുക്കം ചില പഞ്ചായത്തുകളിലേ ഉള്ളൂ ഗ്രാമവണ്ടി എന്നുള്ള സംവിധാനം. ആ ഗ്രാമവണ്ടി ഒരു ട്രിപ്പേ ഇപ്പോൾ പോകുന്നുള്ളൂ. ആ ട്രിപ്പ് വർദ്ധിപ്പിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണം. അതോടൊപ്പം നമ്മുടെ നാട്ടിൽ താത്തൂർ ഏരിയയിൽ കുറെ കാലങ്ങളായി താമസിച്ചു വരുന്ന ഒരു ചെറിയൊരു ഭൂമി പ്രശ്നമുണ്ട്. ആ ഭൂമി പ്രശ്നം അതിനു വേണ്ടി അവരൊരു കമ്മിറ്റി തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പൊ ആ കമ്മിറ്റിയിൽ അവരോടൊപ്പം ചേർന്ന് അതിനു വേണ്ട എല്ലാ പരിഹാരങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടി ഞാൻ മാക്സിമം പരിശ്രമിക്കും. പലപ്പോഴും കേൾക്കാറുള്ള ഒരു പരാതിയാണ്, ഗ്രാമസഭ കൂടുന്നു, ആളുകൾ വരുന്നു, ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നു, പലർക്കും പല ആനുകൂല്യങ്ങളും കിട്ടാതെ പോകുന്നു ഒക്കെ ഉള്ളത്. അത്തരം ഒരു സന്ദർഭങ്ങൾ അതിനെ എങ്ങനെ നേരിടാനാണ് ഷബാന തീരുമാനിച്ചത്? അതിപ്പം ഒരു പഞ്ചായത്തിൽ നിന്നുള്ള ആനുകൂല്യങ്ങളും വാർഡ് തലത്തിലൊക്കെ ഒരു വളരെ പരിമിതമാണ്. നമ്മളെ വാർഡിൽ തന്നെ പഞ്ചായത്തിന്റെ അതും പിന്നെ ഒരു MLA ഫണ്ട് മാത്രമാണ് വന്നത്. ഫണ്ടായിട്ട് നമുക്കൊരു ആനുകൂല്യങ്ങൾ കിട്ടിയത്. അപ്പം നമ്മൾ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികളും കേരള ഗവൺമെന്റിന്റെ പദ്ധതികൾക്ക് ഒരുപാട് പദ്ധതികളുണ്ട്. ഒരു കുഞ്ഞ് ജനിച്ചു വീണത് മുതൽ ഗവൺമെന്റിന് ആ കുട്ടിയുടെ മേൽ ഉത്തരവാദിത്തമുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരുപാട് പദ്ധതികളുണ്ട്. അതൊക്കെ നമ്മൾ നാട്ടിലേക്ക്, നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കണം. ഇതൊക്കെ അവരൊക്കെ ഇതിന്റെ അർഹരാണ്. പക്ഷെ നമുക്ക് അത് അർഹത കണ്ടെത്തിയിട്ട് അത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടി മാക്സിമം പരിശ്രമിക്കണം. ഷബാനക്ക് ഒരുപാട് മേഖലയുള്ള പരിചയം, അതൊക്കെ തന്നെ തന്റെ വാർഡില് ഉപയോഗപ്പെടുത്തണം എന്നുള്ള അതിയായ ഒരു ആഗ്രഹമുണ്ട്. നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു ദുരന്ത നിവാരണ രംഗത്തുണ്ടായിരുന്നു എന്നുള്ളത്. അത്തരം എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ദുരന്ത നിവാരണ മേഖലയില് എനിക്ക് ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ, നമ്മള് എല്ലാവരെയും നാടിനെ നടുക്കിയ മുണ്ടക്കൈ ചുരൽമല ദുരന്തം. ആ ദുരന്തത്തിൽ ഫസ്റ്റ് ഡേ തന്നെ പോയ കോഴിക്കോട് റെസ്ക്യൂവിങ്ങിന്റെ കൂടെ ഞാനുണ്ടായി, ഫയർഫോഴ്സിങ്ങിന്റെ കൂടെ ഞാനുണ്ടായിരുന്നു. ആദ്യ ദിവസം തന്നെ ഞങ്ങൾ അവിടെ എത്തി. അവിടെ അവരെ എല്ലാ രക്ഷാപ്രവർത്തനത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞു. അത് പിറ്റേന്ന് അതിന്റെ തെരച്ചിലും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പങ്കെടുത്തു തീർച്ചയായിട്ടും. അപ്പൊ അതിന് എനിക്ക് ഒരുപാട് ആ ഒരു കാലയളവിൽ എനിക്ക് ഒരുപാട് ആദരവും നാട്ടിൽ നിന്നും ഒരുപാട് ഈ ക്ലബ്ബ് ഓർഗനൈസേഷന്റെ ആദരവും കാര്യങ്ങളൊക്കെ കിട്ടി. എനിക്ക് ഒരുപാട് പാഠങ്ങളും അതിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നത് എന്റെ വാർഡിലെ ജനങ്ങൾക്കും എന്തെങ്കിലും ഒരു പ്രയാസമോ ബുദ്ധിമുട്ടോ വന്നത് അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ പാനിക് ആവാതെ, നമ്മൾ ഏറ്റവും വലിയ അറിവ് എന്ന് പറഞ്ഞാൽ സമ്പത്തോ വിദ്യാഭ്യാസമോ അല്ല. നമ്മൾ തൊട്ടടുത്തുള്ള ഒരാള് ജീവന് വേണ്ടി പടിഞ്ഞു മരിക്കുമ്പോൾ ആ ആളെ നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. നമുക്ക് വലിയ വിവരമുണ്ട്, വലിയ സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. അതിപ്പോ നമ്മളെ വീടുകളിൽ തന്നെ എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കണം ഇതുപോലെ ദുരന്തങ്ങൾ. എസ്പെഷ്യലി നമ്മൾ ഗ്യാസ് സിലിണ്ടർ, പിന്നെ ഇലക്ട്രിസിറ്റി, ഇതൊക്കെ നമ്മളൊരു അശ്രദ്ധമായി. യഥാർത്ഥത്തിൽ ഈ സ്കില്ല് എല്ലാവർക്കും കിട്ടേണ്ടതല്ലേ? നിങ്ങളിപ്പോ ദുരന്ത നിവാരണ ആ സമിതിയിലൊക്കെ ഒരു അംഗമായതുകൊണ്ട് ഇതിനെ കുറിച്ചൊക്കെ അറിയാം. പക്ഷെ നാട്ടിലെ എല്ലാവർക്കും കിട്ടേണ്ട ഒരു സാധനം. തീർച്ചയായിട്ടും അതിനുള്ള അവയർനെസ്സും ട്രെയിനിങ്ങുകളും പ്രത്യേകിച്ച് കുട്ടികൾക്കും സ്ത്രീകൾക്കും നമ്മൾ പറഞ്ഞു കൊടുക്കണം. അത് തന്റെ വാർഡിൽ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു അതിന്റെ ബോധവൽക്കരണ ക്ലാസ്സുകളും ട്രെയിനിങ്ങുകളും കൊടുക്കാൻ നമുക്ക് കഴിയും. അത് നമുക്ക് ചെയ്തു കൊടുക്കണം. അത് ഞാൻ ഒരു വാർഡ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് അതെന്റെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. കാരണം ഇതൊന്നും സ്കൂളിലൊന്നും പോയാൽ കിട്ടുന്ന അറിവല്ല, അതൊന്നും പഠിപ്പിക്കണതല്ലോ. അത് പ്രത്യേക ട്രെയിനിങ് തന്നെ ചെയ്തൊക്കെ എന്തൊക്കെ സന്ദർഭങ്ങളിൽ മീൻസ് ഒരു വെള്ളത്തിൽ പോയാൽ തന്നെ തൊട്ടുള്ള ആൾക്കാരെ നമ്മള് ഈ ഹെൽപ്പ് ചെയ്യാൻ പോണ ആൾക്കാരാണ് മരണപ്പെടുക, അവരും കൂടി മരണപ്പെടുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യേണ്ടത്, നമ്മളെങ്ങനെ സ്വയം രക്ഷപ്പെടണം എന്നൊക്കെയുള്ള അറിവുകൾ നമ്മളെ മക്കൾക്കായാലും പ്രത്യേകിച്ച് സ്ത്രീകൾ വീട്ടിൽ ഇതൊക്കെ ഉപയോഗിക്കുന്ന സ്ത്രീകൾക്കായാലും അശ്രദ്ധ കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതിൽ നിന്നൊക്കെ എന്തായാലും അവർക്ക് വേണ്ട ട്രെയിനിങ്ങോ ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ നമുക്ക് എടുത്തെടുക്കാൻ പറ്റും. വോട്ടർമാരോട് എന്താ പറയാനുള്ളത്? വോട്ടർമാരോടല്ല, എന്റെ നാട്ടുകാരോട് പറയാനുള്ളത്, നമ്മുടെ നാടിന്റെ പുരോഗതിക്കും നമ്മളുടെ ജനങ്ങളുടെ നന്മയ്ക്കു വേണ്ടി എന്റെ അറിവുകളും എന്റെ കഴിവുകളും വെച്ച് എല്ലാ രീതിയിലും
ഞാൻ അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കും ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. വാർഡിലെ ആളുകളെ വോട്ടർമാരായി കാണാതെ സ്വന്തം നാട്ടുകാരായി നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് ഷബാന ചെയ്യുന്നത്. മാത്രമല്ല ഒരുപാട് ഞാൻ തന്നെ ഒരർത്ഥത്തിൽ അതിശയപ്പെട്ടു പോയി. ഇത്രയും ഒരുപാട് മേഖലയിൽ പ്രവർത്തന പരിചയമുള്ള ഷബാനക്ക് ഒരുപക്ഷെ വളരെ ഈസി ആയിരിക്കണം ഈ ഒരു വാർഡ് മെമ്പർ എന്നുള്ള സ്ഥാനവും അതിൽ ജനങ്ങളെ സേവിക്കാനുള്ള അവസരം കിട്ടുമ്പോൾ അത് ഉപയോഗപ്പെടുത്താനുള്ള സാഹചര്യം വളരെ ഈസിയാണെന്നാണ് തോന്നുന്നത്. ഏതായാലും വിജയിച്ചു വരട്ടെ എന്ന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. നന്ദി, നമസ്കാരം. Invest your sleep on right mattress. Forwish mattress for healthy sleep. Kadodi Gold and Diamonds, Mavur, Puvattuparambur.